അപ്പോ സത്യത്തില് ഇത്തരം വിമർശനങ്ങൾ CPM ഉന്നയിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ തമാശ വെറുതെ എല്ലാവരും തോറ്റെന്നാണ്. നിയമസഭാ ഇലക്ഷൻ അടുത്ത് വരുംതോറും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതുപോലെ CPM-ന്റെ പ്രവർത്തകർ ഉൾപ്പെടെ MLA-ക്കെതിരെ ആരോപണങ്ങളുടെ ശരങ്ങളെ എയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ UDF-ന്റെ ഭാഗത്ത് UDF-ന്റെ പലരും അതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും എല്ലാ ആരോപണങ്ങളും എത്തിച്ചേരുന്നത് MLA-ക്ക് എതിരെയായി മാറുന്നുവെന്നാണ് UDF-ന്റെ പല നേതാക്കളും പറഞ്ഞത്. വികസനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോൾ നിലവിൽ എന്നെ പല ആളുകളും വിളിച്ച് 2 ഇപ്പൊ കാണിച്ചു തന്നു, ഇനിയും ഒരുപാടുണ്ടെന്ന് പലരും വിളിച്ചു പറയുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? അല്ല, രാഷ്ട്രീയത്തിൽ ആരോപണം നേരിടാൻ പറ്റാത്തവർക്ക് രാഷ്ട്രീയം പറ്റില്ലല്ലോ. സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാവും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, നമുക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകും. പക്ഷെ പെരിന്തൽമണ്ണയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണ് എന്നുള്ളത് CPM അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത വിധം അവരുടെ ആളുകൾക്ക് പോലും അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ തരത്തില് രാഷ്ട്രീയ വിമർശനങ്ങളെ ഒന്നും ഒരു ശത്രുതയോടെ കാണുന്നില്ല. അത് അവരുടെ അവകാശമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ജനാധിപത്യത്തില് വിമർശിക്കാൻ ഞങ്ങളിപ്പോ നിയമസഭയിൽ പ്രതിപക്ഷം എന്ന നിലക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ. ആ വിമർശനങ്ങളൊക്കെ ക്രിയാത്മകമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ സ്വാഭാവികമായിട്ടും CPM-ന് എന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. എൻ്റെ ഭാഗത്ത് ഏത് വീഴ്ചകൾ ഉണ്ടെങ്കിലും ആർക്കും ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടെ കൃത്യമായി പറയാൻ കഴിയും. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന MLA എന്ന നിലയിൽ ഞങ്ങൾ പ്രതിപക്ഷ MLA-മാരെ മുഴുവനും കടുത്ത വിവേചനം നേരിട്ട ഒരു കാലമാണ്. എന്നിട്ടുകൂടി ഈ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരുപാട് ചുവടുവെപ്പുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ പ്രത്യേകത. അപ്പോൾ സത്യത്തിൽ ഇത്തരം വിമർശനങ്ങൾ CPM ഉന്നയിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ തമാശ വെറുതെ എല്ലാവരും തോറ്റെന്നാണ്. കാരണം നാട്ടിലെ ചുറ്റും നടക്കുന്ന സംഗതി വികസനം പോലും അവർ കണ്ടില്ലെങ്കിൽ അവരെ ചുറ്റും അവരുടെ ഇന്നലെ ശ്രീ ആനന്ദം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആനന്ദം പറഞ്ഞ പോലെ CPM-ന്റെ ഓഫീസ് തുറന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന വില്ലേജ് ഓഫീസ് കാണാം. അപ്പോൾ ആ കിളിവാതിൽ പോലും തുറക്കാതെ അടച്ചിട്ടിരിക്കുന്ന ഒരു CPM-ന്റെ അടഞ്ഞ മനസ്സാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഇപ്പൊ നമ്മളൊരു മനോഹരമായ ബൈപ്പാസ് ഉണ്ടാക്കി, 3.5 കോടി ചെലവഴിച്ചാണ് ആ ബൈപ്പാസ് ഉണ്ടാക്കിയത്. അതിന്റെ അവസാന റീച്ച് ഉദ്ഘാടനമാണ് ഇപ്പോൾ വർക്കാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിയോജകമണ്ഡലത്തിനകത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി. ആ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം, വികസന കാര്യത്തില് ഒരു പ്രവൃത്തി പൂർണ്ണമായും തീർന്ന് അത് ജനങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ റോഡുകളൊക്കെ തന്നെ നമ്മൾ ഏറ്റെടുത്ത റോഡുകൾ കൂടുതലും അങ്ങനെയാണ് ചെയ്തത്. ഇപ്പൊ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നേതാക്കന്മാരൊക്കെ പലരും അഭിപ്രായം പറഞ്ഞതാണ്, ഇവിടെ ഇത്രയും കാലം ഒരു വില്ലേജ് ഓഫീസ് വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു. ഒരു റവന്യൂ വകുപ്പ് മുന്നിട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടൊന്നും കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വില്ലേജ് ഓഫീസ് കേരളത്തിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലേജ് ഓഫീസാണ്. അതിനെക്കുറിച്ച് ബഹുമാന്യനായ മന്ത്രി രാജൻ ഞങ്ങളതിന്റെ ഒരു ഡിസൈൻ പോലും ഉണ്ടാക്കിയത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ല, പുറത്തുള്ളൊരു ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് മനോഹരമായ ഒരു എഞ്ചിനീയറിംഗ് നടത്തിയതാണ്. നിങ്ങൾക്കത് പോയി കണ്ടാൽ മനസ്സിലാവും, അതിന്റെ വർക്കിന്റെ ഒരു സ്റ്റൈല് കണ്ടാൽ മനസ്സിലാവും. അതെന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലെ പെരിന്തൽമണ്ണയിൽ വരുന്ന ഓരോന്നും യുണീക്ക് ആവണം എന്ന് എൻ്റെ ആഗ്രഹമാണ്. കാരണം പെരിന്തൽമണ്ണയിലത്തെ ഒരു വില്ലേജ് ഓഫീസ് നമ്മൾ ഉണ്ടാക്കുമ്പം അത് കേരളത്തിൽ എവിടെ ഇല്ലാത്തൊരു വില്ലേജ് ഓഫീസ് ആവണം. അത്ര ഭംഗിയിലാണ് അത് ഉണ്ടാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകൾ വന്നിരുന്ന് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മീറ്റിംഗ് റൂം, സാധനങ്ങൾ എല്ലാം ഉള്ള ഒരു ഭംഗിയുള്ള ഒരു വില്ലേജ് ഓഫീസ്. അത് തന്നെ ആളുകൾക്ക് നേരെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നേരത്തെ ഒരു ഭിന്നശേഷിക്കാരായ ഒരാൾക്ക് അല്ലെങ്കിൽ കാലിന് വയ്യാത്ത ഒരാൾക്ക്, പ്രായമായ ഒരാൾക്ക് എത്തിപ്പിടിച്ച് കയറാൻ പോലും പറ്റാത്ത സ്ഥലത്ത് ഒരു വില്ലേജ് ഓഫീസ് നിൽക്കുകയായിരുന്നു. അത് നമ്മൾ മാറ്റി കേരളത്തിലെ നമ്പർ 1 വില്ലേജ് ഓഫീസ് നമ്മൾ പെരിന്തൽമണ്ണയിൽ കൊണ്ടുവരാണ്. അതിന്റെ ഫണ്ട് വെച്ച് കഴിഞ്ഞു. 1.25 കോടി രൂപ അതിന് അനുവദിച്ചു കഴിഞ്ഞു. അതിന്റെ വർക്ക് ഏകദേശം ഒരു പൂർണ്ണമാകുന്ന സ്ഥിതിയിൽ 3/4 ഭാഗം കഴിഞ്ഞു. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ, സ്കൂളുകൾക്ക് ബിൽഡിംഗ് ഉണ്ടാക്കിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതൊക്കെ വളരെ ആവശ്യമുള്ള സ്ഥലത്ത് ഏറ്റവും നല്ല എഞ്ചിനീയറിംഗിലാണ് നിർമ്മിച്ചത്. അതുപോലെ നമ്മളിപ്പോ മറ്റു പല കാര്യങ്ങളും ചെയ്തത്, റോഡുകളുടെ കാര്യത്തിലൊക്കെ തന്നെ
വികസനത്തിൽ ഒട്ടും ശ്രദ്ധ കുറഞ്ഞിട്ടല്ല ഞാൻ പോയത്. ഞാൻ അഡീഷണൽ ജോലി ചെയ്തതാണ്. ഞാൻ വികസന കാര്യത്തിൽ ഒരു MLA എന്ന നിലക്ക് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, റോഡ് പ്രവർത്തനങ്ങളാവട്ടെ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമാവട്ടെ, ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ആവട്ടെ, മറ്റെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതോടൊപ്പം ഞാൻ കുറച്ചുകൂടി ഓവർ ടൈം ജോലി ചെയ്തു. ആ ഓവർ ടൈം ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിയ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആയത്, സദ്ഗ്രാമം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആയത്. അപ്പൊ വിമർശനങ്ങള് ഇപ്പൊ നമ്മളൊരു പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എപ്പോഴും വിമർശനങ്ങൾ നേരിടുക. എനിക്ക് വിമർശനം ഉണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ നന്നായി പ്രവർത്തിക്കുന്നു. അത് ഞാൻ കൂടുതൽ അഭിമാനത്തോടെ സ്വീകരിക്കും. വിമർശനം തിരുത്തേണ്ടതാണെങ്കിൽ ഏത് കുഞ്ഞു കുട്ടി പറഞ്ഞാൽ പോലും ഞാൻ തിരുത്തുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. ഏതായാലും പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി MLAയുടെ വാക്കുകളിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാം. വിമർശനങ്ങളെയൊക്കെ അതൊക്കെ അതിന്റെ പോസിറ്റീവ് വശത്തിൽ തന്നെയാണ് MLA എടുക്കുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഉണ്ടാകുന്നതാണ് വിമർശനങ്ങൾ എന്നുകൂടി MLA പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും വികസനങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചാനൽ തന്നെ 2 ചൂണ്ടിക്കാണിച്ചു. ഇനിയിപ്പോ MLA തന്നെ കുറെ വികസനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏതായാലും ഈ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആര് പറയുന്നതാണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടതും ജനങ്ങളാണ്. ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.